വെള്ളിയാഴ്ച ഗൗരിയുടെ സീമന്തകത്തിൻ്റെ വകയായിട്ട് ദേണ്ട പന്തലൊക്കെ ഇട്ട് തുടങ്ങി. രാവിലെ തന്നെ അച്ഛനും മക്കളും അങ്ങോട്ട് ഇറങ്ങി. പിന്നെ സ്വന്തമായിട്ട് പന്തലും ഡെക്കറേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ അതിന് വേറെ ആളിനെ തിരക്കണ്ട, പൈസയും തിരക്കണ്ട. ഇടയ്ക്ക് ഞാനൊരു ചായ ഇട്ട് കൊടുത്ത് അത് ചേട്ടൻ കുടിക്കുവാണ്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ റൂമിലോട്ട് പോയി ദേണ്ട വാമനമൂർത്തി പാതാളത്തിൽ കാല് വെക്കുന്ന പോലെ ഞാൻ കട്ടിലിൻ്റെ മുകളിൽ ഒരു വിധത്തിൽ കാലങ്ങോട്ട് വെച്ചിട്ട് കയറി അങ്ങോട്ട് നിന്ന് ദേണ്ടുള്ള വലയും പൊടിയൊക്കെ അങ്ങോട്ട് എടുത്ത് ഞങ്ങളുടെ ബെഡ്റൂം ഞാൻ രാവിലെ തന്നെ ക്ലീൻ ആക്കി പുതിയ ബെഡ്ഷീറ്റ് ഇട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗരിക്കുട്ടി അങ്ങോട്ട് എൻ്റെ കൂടെ ഷീറ്റ് വിരിക്കാൻ വേണ്ടി വന്നായിരുന്നേ. പാറു എന്ത് ചെയ്യുന്നു വെച്ചാൽ പാറുവും നമ്മുടെ തേജുവും കൂടെ മുകളിലത്തെ നിലയെല്ലാം വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ അന്ന് വാങ്ങിച്ചില്ലേ ആ ബെഡ്ഷീറ്റാണ്. നല്ല അടിപൊളിയാണ്, നനച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. വീട്ടുകാരെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ദേണ്ട വീട് നല്ല വൃത്തിയായി. നവനീതിനെ ഞാൻ വഴക്ക് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് വന്ന് കുറേ ഗോസ്റ്റ് കാണിക്കും. അപ്പം ഞാൻ ചിരിക്കും. അപ്പോഴത്തേക്ക് വഴക്കൊക്കെ പോകും. ദേണ്ട വെളിയിൽ റോബോട്ടിനെ പോലെ ദേണ്ട പോച്ച എത്താണ്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയി കുറേ തുളസിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ഈ ചെടികളും ഈ പൂക്കളെല്ലാം പോകും നമ്മളെ ബജ്ജിമുളകാണ് ഇത്. അപ്പോൾ നാളെ കാണാൻ ടാറ്റാ.